Good day everybody. ZEOTS-2 Body Fluids and Circulation എന്നുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ZEOTS-2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷ പൊതുവെ നിങ്ങൾക്ക് എളുപ്പമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നീറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. നീറ്റിൻ്റെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുമാണ്. So let us start with the questions. Question number 1. If due to some defect the tricuspid valve does not close properly during the cardiac cycle, what will be the immediate effect? The flow of blood to the pulmonary artery will be reduced. The flow of blood into aorta will be slowed down. The pacemaker will stop functioning. The blood will tend to flow back into the left atrium. അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് ഒരു ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ, ലെറ്റസ് ഒരു ഡയഗ്രാം ഒന്ന് നോക്കാം നമുക്ക്. ഇതാണ് പൾമനറി ആർട്ടറി. ഇത് പൾമനറി ആർട്ടറിയാണ്. ഇതാണ് റൈറ്റ് വെൻട്രിക്കിൾ. ഇത് റൈറ്റ് ഏട്രിയം. ഇതാണ് ട്രൈക്കസ്പിഡ് വാൽവ്. ട്രൈക്കസ്പിഡ് വാൽവാണ്. സാധാരണഗതിയിൽ റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ട്രൈക്കസ്പിഡ് വാൽവ് ക്ലോസ്ഡ് ആവും. അപ്പോൾ ബ്ലഡ് പൾമനറി ആർട്ടറിയിലേക്ക് മാത്രമേ പോകത്തുള്ളൂ. എന്നാൽ ട്രൈക്കസ്പിഡ് വാൽവ് ശരിക്ക് ക്ലോസ് ചെയ്തില്ലെങ്കിൽ, ദ ട്രൈക്കസ്പിഡ് വാൽവ് ഡസ് നോട്ട് ക്ലോസ് പ്രോപ്പർലി, എന്ത് ചെയ്യുന്നു? റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ കുറേ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്കും പോവും, കുറേ ബ്ലഡ് പൾമനറി ആർട്ടറിയിലേക്കും പോവും. അപ്പോൾ കുറച്ച് ബ്ലഡ് ട്രൈക്കസ്പിഡ് വാൽവ് ശരിക്ക് അടയാഞ്ഞതുകൊണ്ട് റൈറ്റ് ഏട്രിയത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പൾമനറി ആർട്ടറിയിലേക്ക് പോകേണ്ട ബ്ലഡിൻ്റെ അളവ് കുറയുന്നു. അതേസമയം ട്രൈക്കസ്പിഡ് വാൽവ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിരുന്നുവെങ്കിൽ മുഴുവൻ ബ്ലഡും പൾമനറി ആർട്ടറിയിലേക്ക് പോകേണ്ടതായിരുന്നു. അപ്പോൾ ആൻസർ ഇതാണ്: ദ ഫ്ലോ ഓഫ് ബ്ലഡ് ടു ദ പൾമനറി ആർട്ടറി വിൽ ബി റെഡ്യൂസ്ഡ്. അതാണ് അതിൻ്റെ ആൻസർ. പൾമനറി ആർട്ടറിയിലേക്ക് പോകേണ്ട ബ്ലഡിൻ്റെ അളവ് കുറയുന്നു. എന്തുകൊണ്ട്? കുറേ ബ്ലഡ് തിരിച്ച് റൈറ്റ് ഏട്രിയയിലേക്ക് പോകുന്നത് കൊണ്ട്. അപ്പോൾ ആൻസർ നമ്പർ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. Read the following statements. A heart is placed in the thoracic cavity and slightly tilted to the left. അത് ട്രൂ ആണല്ലോ. ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണത്. ദാറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത്, പൾമനറി ആർട്ടറി ഡ്രെയിൻസ് ബ്ലഡ് ഇൻ ടു ലെഫ്റ്റ് ഏട്രിയം. തെറ്റാണ്. പൾമനറി വെയിൻ ആണ് അവിടെ വരേണ്ടത്. ഇത് ഫോൾസ് ആണ്. പൾമനറി വെയിൻ ഡ്രെയിൻസ് ബ്ലഡ് ഇൻ ടു ദ ലെഫ്റ്റ് ഏട്രിയം. ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം ഈസ് പ്രസന്റ് ഇൻ ഓൾ ടെട്രാപോഡ്സ്. ഇതും തെറ്റാണ്. ടെട്രാപോഡ്സ് എന്ന് പറഞ്ഞാൽ ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്. ഇതിൽ ബേർഡ്സിനും മാമൽസിനും മാത്രമേ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം ഉള്ളൂ. ആംഫീബിയൻസിനുമില്ല, റെപ്റ്റൈൽസിനുമില്ല. അതുകൊണ്ട് ഓൾ ടെട്രാപോഡ്സ് തെറ്റ്. ഡി, opening of bicuspid and tricuspid valves is due to a rise in the atrial pressure. ഇത് ഏട്രിയൽ ഒന്നിച്ച് പറഞ്ഞ ഏട്രിയൽ പ്രഷർ. അപ്പോൾ ഏട്രിയത്തിനകത്ത് പ്രഷർ കൂടുമ്പോൾ ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് പോകണ്ടേ? അപ്പോൾ ഏട്രിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്യുന്നു, ബൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്യുന്നു. ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്തെ കറക്റ്റ് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ട്രൂ ആണ്. അപ്പോൾ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എ ആൻഡ് ഡി ആർ ട്രൂ. എയും ട്രൂ ആണ്, ഡിയും ട്രൂ ആണ്, ബിയും സിയും ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ്? Only 30% blood moves from atria to ventricles during atrial systole. Correct ആണ്. ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതാണ് അതിൻ്റെ ആൻസർ.
കാർഡിയാക് സൈക്കിൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഏട്രിയത്തിൽ പൂർണ്ണമായിട്ടും പ്രഷർ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പൾമണറി വെയിൻസിൽ നിന്നും വീന കാവയിൽ നിന്നും ബ്ലഡ് ഏട്രിയത്തിൽ വന്ന് നിറയുന്നു. അങ്ങനെ വെയിൻസിലുള്ള ബ്ലഡ് ഏട്രിയത്തിൽ വന്ന് നിറയുന്നതിനെയാണ് നമ്മൾ ഏട്രിയൽ ഫില്ലിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഏട്രിയത്തിൽ ബ്ലഡ് വന്ന് നിറയുന്ന മുറയ്ക്ക് ഏട്രിയത്തിൻ്റെ പ്രഷർ വർദ്ധിക്കും. അപ്പോൾ പ്രഷർ വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലഡ് പ്രഷർ കുറവുള്ള വെൻട്രിക്കിളിലേക്ക് മൂവ് ചെയ്യും. 70% ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് മൂവ് ചെയ്യുന്നത് പാസീവായിട്ടാണ്. ഏട്രിയത്തിൽ ബ്ലഡ് വന്ന് നിറയുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലഡ് അവിടെ നിന്ന് വെൻട്രിക്കിളിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ വെൻട്രിക്കിളിൽ ബ്ലഡ് വന്ന് നിറയുന്നതിനെ നമ്മൾ വെൻട്രിക്കുലാർ ഫില്ലിംഗ് എന്ന് പറയാം. 70% വെൻട്രിക്കുലാർ ഫില്ലിംഗ് ഈസ് എ പാസീവ് പ്രോസസ്. അങ്ങനെ 70% ബ്ലഡ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏട്രിയൽ പ്രഷറും വെൻട്രിക്കുലാർ പ്രഷറും ഈക്വൽ ആവും. ഇനി ബാക്കിയുള്ള 30% ബ്ലഡ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് പോകണമെങ്കിൽ ഏട്രിയം കൺട്രാക്റ്റ് ചെയ്താലേ പറ്റൂ. അതുകൊണ്ട് ഏട്രിയം കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഡ്യൂറിങ് ഏട്രിയൽ സിസ്റ്റോൾ ഓൺലി 30% ഓഫ് ബ്ലഡ് മൂവ്സ് ഇൻ ടു വെൻട്രിക്കിൾ. ബാക്കി 70% അതിനു മുമ്പ് ജോയിൻറ്റ് ഡയാസ്റ്റോളിയുടെ സമയത്ത് പാസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. fall in ventricular pressure ഇത് തെറ്റാണ്. AV നോഡ് ജനറേറ്റ്സ് അത് തെറ്റാണ്. നോഡൽ മസ്കുലേച്ചർ ജനറേറ്റ്സ് ഇതെല്ലാം തെറ്റാണ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അതിൻ്റെ ശരി. എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഒക്കേഴ്സ് 1. എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് ദ ന്യൂ ബോൺ ബേബി ഡ്യൂ ടു RH ഇൻകോമ്പാറ്റിബിലിറ്റി. ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ ചേർച്ചയില്ലായ്മ. അമ്മയും കുഞ്ഞും തമ്മിൽ RH കാര്യത്തിൽ ഒരു ചേർച്ചയില്ലായ്മ വന്നാൽ സംഭവിക്കുന്നതാണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഇതിൽ മദർ എപ്പോഴും RH പോസിറ്റീവും മദർ RH നെഗറ്റീവും ചൈൽഡ് RH പോസിറ്റീവും ആയിരിക്കണം. അപ്പോൾ മദർ RH നെഗറ്റീവും ചൈൽഡ് RH പോസിറ്റീവ് ആണെങ്കിലേ ഇത് സംഭവിക്കത്തുള്ളൂ. പക്ഷേ ആദ്യത്തെ RH പോസിറ്റീവ് ചൈൽഡിന് പ്രശ്നമൊന്നുമില്ല. എന്തുകൊണ്ട്? മദറിൻ്റെ ബ്ലഡിൽ നേരത്തെ RH ആൻറ്റിബോഡീസ് ഇല്ല. പക്ഷേ ആദ്യത്തെ RH പോസിറ്റീവ് ചൈൽഡ് അമ്മയെ സെൻസിറ്റൈസ് ചെയ്യും. അമ്മയെ സെൻസിറ്റൈസ് ചെയ്ത് അമ്മയെ കൊണ്ട് RH ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യിക്കും. രണ്ടാമതോ അല്ലെങ്കിൽ പിന്നീടോ ഉണ്ടാകുന്ന RH പോസിറ്റീവ് കുട്ടികൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ബിക്കോസ് ദ ഫസ്റ്റ് RH പോസിറ്റീവ് ചൈൽഡ് വിൽ സെൻസിറ്റൈസ് ദ മദർ ടു പ്രൊഡ്യൂസ് RH ആൻറ്റിബോഡീസ്. ഈ RH ആൻറ്റിബോഡീസ് പിന്നീട് വരുന്ന RH പോസിറ്റീവ് കുട്ടികൾക്ക് ഒരു ഭീഷണി തന്നെയാണ്. അതുകൊണ്ടാണ് മദർ RH നെഗറ്റീവ് ആയിരിക്കണം. അടുത്തത്, ഡ്യൂറിങ് ദ വെൻട്രിക്കുലർ സിസ്റ്റോളി ഓഫ് കാർഡിയാക് സൈക്കിൾ. വെൻട്രിക്കുലർ സിസ്റ്റോളി, വെൻട്രിക്കിൾസ് കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ? ദ ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൾസ് റിമെയിൻ ഓപ്പൺ അല്ല, ക്ലോസ്. ഏട്രിയ അണ്ടർഗോ റിലാക്സേഷൻ. അപ്പോൾ വെൻട്രിക്കിൾസ് കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഏട്രിയ എന്തിലേക്ക് പ്രവേശിക്കുന്നു? ഏട്രിയ റിലാക്സേഷനിലേക്ക് പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ഡയാസ്റ്റോളിലേക്ക് പ്രവേശിക്കുന്നു. ഏട്രിയൽ സിസ്റ്റോളിന് എടുക്കുന്നത് 0.1 സെക്കൻഡാണ്. വെൻട്രിക്കുലർ സിസ്റ്റോളിക്ക് എടുക്കുന്നത് 0.3 സെക്കൻഡാണ്. ഏട്രിയത്തിൻ്റെ കൺട്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ വെൻട്രിക്കിളിൻ്റെ കൺട്രാക്ഷൻ ആരംഭിക്കുകയുള്ളൂ. ഇത് തമ്മിൽ ഒരിക്കലും ഓവർലാപ്പ് ചെയ്യത്തില്ല. ഏട്രിയൽ സിസ്റ്റോളും വെൻട്രിക്കുലർ സിസ്റ്റോളും ഒരിക്കലും ഓവർലാപ്പ് ചെയ്യത്തില്ല. പക്ഷേ അത് എപ്പോഴും റിലാക്സേഷൻ ഓവർലാപ്പ് ചെയ്യാം. ഡയാസ്റ്റോളി ഓവർലാപ്പ് ചെയ്യും, സിസ്റ്റോൾ ഒരിക്കലും ഓവർലാപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഏട്രിയ അണ്ടർഗോ റിലാക്സേഷൻ, ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ വെൻട്രിക്കിൾസ് കൺട്രാക്റ്റ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഏട്രിയ റിലാക്സേഷനിലേക്ക് കടന്നു. ECG സോഴ്സ് P വേവ്. ECG അവിടെ കാണിക്കുന്നത് എന്താണ്? QRS ആണ്. ECG QRS ആണ് അവിടെ കാണിക്കുന്നത്, P വേവ് അല്ല. ദ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ഡപ്പ് ഈസ് ഹെഡ്. തെറ്റ്. ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ആണ്. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ലബ്ബാണ് അവിടെ കേൾക്കുന്നത്.
വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവും ക്ലോസ് ചെയ്യുന്നു, ലബ് സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ആൻസർ 2 ആണ്. വാട്ട് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് നോഡൽ ടിഷ്യൂസ് ഓഫ് ദ ഹാർട്ട്? ഹ്യൂമൻ ഹാർട്ട് മയോജനിക്കാണ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഇമ്പൾസ് ഹാർട്ട് മസിലിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹാർട്ടിനുള്ളിൽ ന്യൂറോൺസോ നെർവ് ഫൈബേഴ്സോ ഇല്ല. ഹാർട്ടിനകത്ത് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാനും ഇമ്പൾസ് കണ്ടക്ട് ചെയ്യാനും സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസിൽ ടിഷ്യൂസ് ഉണ്ട്. ഈ സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസിൽ ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് നോഡൽ ടിഷ്യൂസ്. ദേ ജനറേറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് വിത്തിൻ ദ ഹാർട്ട്. അപ്പോൾ വാട്ട് ഈസ് ഇൻകറക്റ്റ്? ദേ ആർ ഓട്ടോ എക്സൈറ്റബിൾ. അത് ട്രൂ ആണ്. അതിന് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആവശ്യമില്ല, സ്വയം സ്റ്റിമുലേറ്റഡ് ആകുന്നതാണ്. ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ഇമ്പൾസ് സ്വയം അത് ജനറേറ്റ് ചെയ്യും. ദേ ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ വിത്തൗട്ട് എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ശരിയാണ്, ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസും ആവശ്യമില്ല. ദേ ആർ ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ന്യൂറൽ ടിഷ്യൂ. തെറ്റ്. ദേ ആർ ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് ടിഷ്യൂ എന്ന് വേണം. കാർഡിയാക്. They are formed of specialized cardiac tissue and neural tissue അല്ല. They continue to generate action potential if nerves to the heart are cut. ഹാർട്ടിലേക്കുള്ള എല്ലാ നെർവുകളും കട്ട് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹാർട്ടിലേക്ക് പോകുന്ന നെർവുകൾ ഏതാണ്? സിമ്പതറ്റിക് നെർവുമുണ്ട്, പാരാസിമ്പതറ്റിക് നെർവുമുണ്ട്. സിമ്പതറ്റിക് നെർവും പാരാസിമ്പതറ്റിക് നെർവും വിചാരിച്ചാൽ ഹാർട്ട് ബീറ്റ് ഒരിക്കലും ഇനിഷ്യേറ്റ് ചെയ്യാനൊക്കത്തില്ല. അത് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ നെർവുകളും കട്ട് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റിൽ ദ ഹാർട്ട് കണ്ടിന്യൂസ് ടു ബീറ്റ്. കാരണം ഹാർട്ട് ബീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഇമ്പൾസ് നെർവ്സിൽ നിന്നല്ല വരുന്നത്, നോഡൽ ടിഷ്യൂസിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഇത് ട്രൂ ആണ്, ഇതും ട്രൂ ആണ്. അപ്പോൾ ആൻസർ ഇതാണ്. 3 ആണ് അതിൻ്റെ ആൻസർ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ്. The major phagocytic cells of circulating blood. നമ്മുടെ സർക്കുലേറ്റിംഗ് ബ്ലഡിൽ RBCs ഉണ്ട്, WBCs ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇതിൽ WBCs 5 തരമുണ്ട്. ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ന്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസ്, ബേസോഫിൽസ്. ഇതിൽ ഫാഗോസൈറ്റിക് സെൽസ് ഏതാണ്? ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സുമാണ് ഫാഗോസൈറ്റിക് സെൽ. ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ്സ് ആർ ദ ഫാഗോസൈറ്റിക് സെൽസ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോഫിൽസ് ആണ്. 60 to 65% ഓഫ് ല്യൂക്കോസൈറ്റ്സ് ന്യൂട്രോഫിൽസ് ആണ്. അതുകൊണ്ട് ന്യൂട്രോഫിൽസ് ആർ ദ മേജർ ഫാഗോസൈറ്റിക് സെൽസ് ഓഫ് സർക്കുലേറ്റിംഗ് ബ്ലഡ്. 2ാം സ്ഥാനമാണ് മോണോസൈറ്റ്സിന്. മോണോസൈറ്റ്സിൻ്റെ അളവ് ഒരു 10% അടുപ്പിച്ചേ വരത്തുള്ളൂ. അതേസമയം ന്യൂട്രോഫിൽസ് 60 to 65% ഉണ്ട്. അപ്പോൾ ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സുമാണ് ഫാഗോസൈറ്റിക് സെൽസ്. ലിംഫിനെ കുറിച്ചാണ്. എന്താണ് ലിംഫ്? ലിംഫ് എന്ന് പറയുന്നത് ബ്ലഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ബ്ലഡിൽ നിന്ന് ലിംഫ് ഉണ്ടാകുന്നു. ലിംഫ് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? മോഡിഫൈഡ് ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡാണ്. ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡാണ്. ഈ ലിംഫസൽസിൽ കൂടെ കറങ്ങിത്തിരിഞ്ഞ് എവിടെ എത്തുന്നു? വീണ്ടും ബ്ലഡിലെത്തുന്നു. അപ്പോൾ ബ്ലഡിൽ നിന്ന് ലിംഫ് ഉണ്ടാകുന്നു, ലിംഫ് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ലിംഫ് റിട്ടേൺസ് ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ടു ബ്ലഡ്. കണ്ടോ? ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിനെ തിരിച്ച് ബ്ലഡിലെത്തിക്കുന്നു. കറക്റ്റാണത്. ട്രാൻസ്പോർട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ടു ലങ്സ്. കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലേക്ക് പോകുന്നത് ലിംഫ് വഴിയല്ല, ബ്ലഡ് വഴിയാണ്. ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ബ്രെയിൻ. ബ്രെയിനിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് ആർട്ടറീസ് ആണ്. ഇതും തെറ്റാണ്. റിട്ടേൺസ് RBCs ആൻഡ് WBC ടു ലിംഫ് നോഡ്സ്. അതും തെറ്റാണ്. കാരണം RBC ഒരിക്കലും ലിംഫിലില്ല. ലിംഫ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി RBC. ലിംഫിലുള്ളത് ലിംഫോസൈറ്റ്സ് ഉണ്ട്, ബാക്കിയുള്ള ഘടകങ്ങളുണ്ട്. മിനറൽ കോമ്പോസിഷൻ ഓഫ് ലിംഫും ബ്ലഡും ഏകദേശം ഒന്ന് തന്നെ. പക്ഷേ ലിംഫിൽ പ്രോട്ടീൻസിൻ്റെ അളവ് തീരെ കുറവാണ്, അല്ലെങ്കിൽ പ്ലാസ്മ പ്രോട്ടീൻസ് ഇല്ല എന്ന് തന്നെ പറയാം. RBC ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ആൻസർ 1 ആണ്.
Systolic pressure is higher than diastolic pressure because സിസ്റ്റോളിക് പ്രഷർ എപ്പോഴും ഡയസ്റ്റോളിക് പ്രഷറിനെക്കാട്ടിലും കൂടുതലാണ്. സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്? സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് നോർമല് 120 മില്ലിമീറ്റർ മെർക്കുറിയാണ്. ഡയാസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഡയാസ്റ്റോളിക് പ്രഷർ അത് 80 millimeter mercury. Systolic pressure is due to what? Systolic pressure is due to the contraction of left ventricle. ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് ബ്ലഡ് ഒഴുകുന്നു. അപ്പോൾ മാക്സിമം പ്രഷർ ഉണ്ടാവും. ദ മാക്സിമം പ്രഷർ ഫെൽറ്റ് ഇൻ ദി ആർട്ടറീസ് ഡ്യൂറിങ് ദ കൺട്രാക്ഷൻ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് കോൾഡ് സിസ്റ്റോളിക് പ്രഷർ. അത് കഴിഞ്ഞാൽ സിസ്റ്റോളിക് പ്രഷർ എന്ത് ചെയ്യുന്നു? ഡയാസ്റ്റോളിയിലേക്ക് പ്രവേശിക്കുന്നു. റിലാക്സേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രഷർ താണ് 80-ൽ വന്ന് നിൽക്കും. അതുകൊണ്ട് during the relaxation of the left ventricle you will feel diastolic pressure. During the contraction of the left ventricle you will get systolic pressure. അപ്പോൾ blood is forcefully pumped into the arteries by the heart during systole. അപ്പോൾ സിസ്റ്റോളിക് പ്രഷർ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് വളരെ ഫോഴ്സോടുകൂടി ഹാർട്ടിന് വെളിയിലേക്ക് പമ്പ് ചെയ്യുന്നു ഡ്യൂ ടു ദ കൺട്രാക്ഷൻ ഓഫ് ദ വെൻട്രിക്കിൾ. അതാണ് ആർട്ടറീസ് കൺട്രാക്ട് ചെയ്യുന്നതല്ല, തെറ്റ്. ആർട്ടറീസ് ഓഫ് റെസിസ്റ്റൻസ് ടു ബ്ലഡ് ഫ്ലോ, തെറ്റ്. വോളിയം ഓഫ് ബ്ലഡ് ഇൻ ദ ഹാർട്ട് ഈസ് ഗ്രേറ്റർ ഡ്യൂറിങ്, അതും തെറ്റ്. ഇതാണ് അതിൻ്റെ ആൻസർ. ബ്ലഡ് വളരെ ഫോഴ്സോടുകൂടി വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പ്രഷർ വർദ്ധിക്കും. Which of the following is present in both plasma and serum? എന്താണ് സിറം എന്ന് പറഞ്ഞാൽ? സിറം ഈസ് പ്ലാസ്മ മൈനസ് ഫൈബ്രിനോജനാണ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന അവസരത്തിൽ ബ്ലഡ് പ്ലാസ്മയിൽ നിന്ന് ഫൈബ്രിനോജൻ വേർപെട്ട് ക്ലോട്ടായിട്ട് മാറുന്നു. അപ്പോൾ ആ ക്ലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നതിനെ നമ്മൾ സിറം എന്ന് വിളിക്കും. അപ്പോൾ സിറം എന്ന് പറഞ്ഞാൽ പ്ലാസ്മ വിത്തൗട്ട് ഫൈബ്രിനോജൻ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രസന്റ് ഇൻ ബോത്ത് പ്ലാസ്മ ആൻഡ് സിറം? അപ്പോൾ WBC സിറത്തിലുമില്ല പ്ലാസ്മയിലുമില്ല. RBC പ്ലാസ്മയിലുമില്ല സിറത്തിലുമില്ല. ഫൈബ്രിനോജൻ പ്ലാസ്മയിലുണ്ട് സിറത്തിലില്ല. രണ്ടിലും ഉള്ളത് എന്താണ്? ആൽബുമിൻ. ആൽബുമിൻ സിറത്തിലുമുണ്ട് പ്ലാസ്മയിലുമുണ്ട്. ആൽബുമിന് പകരം വേറെന്ന് പറയാം ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ സിറത്തിലുമുണ്ട് പ്ലാസ്മയിലുമുണ്ട്. പക്ഷേ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ആൽബുമിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേണേൽ ഗ്ലോബുലിൻ കൊടുത്താലും ഉത്തരം ശരിയാണ്. ഗ്ലോബുലിൻ കൊടുത്താലും ഉത്തരം ശരിയാണ്. ആൽബുമിൻ ആണെങ്കിലും ഉത്തരം ശരിയാണ്. The nodal tissue responsible for initiating and maintaining the rhythmic contraction activity of the heart is located. ഏതാണ് ആ നോഡൽ ടിഷ്യൂ? ആ നോഡൽ ടിഷ്യൂവിൻ്റെ പേരാണ് SA നോഡ്. SA നോഡ്. സിനോയേട്രിയൽ നോഡ്. ഹാർട്ട് ബീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഇനീഷ്യൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത് SA നോഡിൽ നിന്നാണ്. ആ SA നോഡിൻ്റെ പൊസിഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. SA നോഡിൻ്റെ പൊസിഷൻ എന്താണ്? ഇവിടെയാണ് SA നോഡ്. ഇതാണ് SA നോഡ്. ഇത് റൈറ്റ് ഏട്രിയമാണ്, ഇത് ലെഫ്റ്റ് ഏട്രിയമാണ്. റൈറ്റ് ഏട്രിയത്തിൻ്റെ റൈറ്റ് അപ്പർ കോർണർ ഓഫ് ദ റൈറ്റ് ഏട്രിയം. അപ്പോൾ ദ നോഡൽ ടിഷ്യൂ, ആ നോഡൽ ടിഷ്യൂവിൻ്റെ പേരെന്താണ്? SA നോഡ്. The nodal tissue responsible for initiating and maintaining the rhythmic contraction is situated in the right upper corner of the right atrium. അതേസമയം ലെഫ്റ്റ് ലോവർ കോർണർ ഓഫ് ദ റൈറ്റ് ഏട്രിയം എന്താണ് ഇവിടെ കാണുന്നത്? ഇത് AV നോഡാണ്. AV നോഡാണ് ലെഫ്റ്റ് ലോവർ കോർണറിൽ കാണുന്നത്. The correct pathway of impulse through the conducting system. കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിലെ കറക്റ്റ് പാത്വേ ഏതാണ്? അപ്പോൾ നമ്മൾ കണ്ടക്റ്റിംഗ് സിസ്റ്റം നേരത്തെ പറഞ്ഞത്
ദാ ഇതാണ് SA നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, ബണ്ടിൽ ബ്രാഞ്ചസ്, പർക്കിഞ്ചി ഫൈബേഴ്സ്. ഇങ്ങനെ. അപ്പോൾ SA നോഡ്, അത് കഴിഞ്ഞ് AV നോഡ്, അത് കഴിഞ്ഞ് ബണ്ടിൽ AV ബണ്ടിൽ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് വിളിക്കാം, AV ബണ്ടിൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പിന്നീട് ബണ്ടിൽ ബ്രാഞ്ചസ്, അത് കഴിഞ്ഞാൽ പർക്കിഞ്ചി ഫൈബേഴ്സ്. അപ്പോൾ ഇമ്പൾസ് സഞ്ചരിക്കുന്നത് SA നോഡിൽ നിന്ന് ദാ AV നോഡ്, AV ബണ്ടിൽ ബ്രാഞ്ചസ്, പർക്കിഞ്ചി ഫൈബേഴ്സ്. SA നോഡ്, അവിടുന്ന് AV നോഡ്, അവിടുന്ന് AV ബണ്ടിൽ ബ്രാഞ്ചസ്, പർക്കിഞ്ചി ഫൈബേഴ്സ്. ഇതാണ് അതിൻ്റെ സീക്വൻസ്. ദി ആവറേജ് ഓഫ് സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ റീഡിംഗ് ഈസ് കോൾഡ് മീൻ പ്രഷർ. അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്? സിസ്റ്റോളിക് പ്രഷർ ഈസ് 120 millimeter mercury. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 80 ആണ്. ഇതിൻ്റെ ആവറേജ് എത്രയാണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ 120 + 80 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടും? 100 കിട്ടും. അതിനാണ് മീൻ പ്രഷർ എന്ന് പറയുന്നത്. മീൻ പ്രഷർ ഈസ് ദി ആവറേജ് ഓഫ് സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ. എന്നാൽ ഇതിൻ്റെ ഡിഫറൻസിനെ നമ്മൾക്ക് എന്ത് വിളിക്കും? പൾസ് പ്രഷർ. പൾസ് പ്രഷർ എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ഓഫ് സിസ്റ്റോളിക് പ്രഷർ ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ. നോർമൽ പൾസ് പ്രഷർ എത്ര ആയിരിക്കും? 120 - 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. അപ്പോൾ മീൻ പ്രഷർ 100 ആണ്, പൾസ് പ്രഷർ 40 ആണ്. In ECG, the period measured in milliseconds that extends from the onset of atrial depolarization to the onset of ventricular depolarization represented by ECG-യിൽ ഇതാണ് P വേവ്, ഇത് Q ആണ്, ഇത് അപ്വേർഡ് R ആണ്, ഇത് S ആണ്, ഇത് T ആണ്. ഇവിടെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെയാണ് ഏട്രിയത്തിൻ്റെ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അറ്റ് ദ ബിഗിനിങ് ഓഫ് P. അറ്റ് ദ ബിഗിനിങ് ഓഫ് P ഏട്രിയൽ കൺട്രാക്ഷൻ ബിഗിൻസ്. വെൻട്രിക്കുലർ കൺട്രാക്ഷൻ തുടങ്ങുന്നത് എപ്പോഴാണ്? R തുടങ്ങുമ്പോൾ ഇവിടെയാണ്. സോ ടെക്സ്റ്റിനകത്ത് എഴുതിയിട്ടുണ്ട് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ബിഗിൻസ് ഷോർട്ട്ലി ആഫ്റ്റർ Q എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ Q തുടങ്ങുമ്പോഴല്ല വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്നത്, R തുടങ്ങുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ PR ഇൻ്റർവെലാണിത്. PR ഇൻ്റർവെൽ എന്താണ്? PR ഇൻ്റർവെൽ ദ ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ ബിഗിനിങ് ഓഫ് ഏട്രിയൽ കൺട്രാക്ഷൻ ആൻഡ് ദ ബിഗിനിങ് ഓഫ് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. അതാണ് PR ഇൻ്റർവെൽ. സോ ഇൻ ECG ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ മില്ലി സെക്കൻഡ്സ്. സാധാരണഗതിയിൽ PR ഇൻ്റർവെൽ എത്ര ആയിരിക്കും? 0.16 സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 160 മില്ലി സെക്കൻഡ്സ് എന്ന് പറയാം. 0.16 സെക്കൻഡ്. ഈ P തുടങ്ങുന്നത് മുതൽ T അവസാനിക്കുന്നത് വരെ എത്രയായിരിക്കും? 0.8 സെക്കൻഡ് ആയിരിക്കും. അതിൽ ഏകദേശം ആവറേജ് എടുത്താൽ 0.16 സെക്കൻഡാണ് ആവറേജ് PR ഇൻ്റർവെൽ. എന്ന് പറഞ്ഞാൽ ഏട്രിയത്തിൻ്റെ കൺട്രാക്ഷൻ തുടങ്ങി 0.16 സെക്കൻഡ് കഴിയുമ്പോഴാണ് വെൻട്രിക്കിളിൻ്റെ കൺട്രാക്ഷൻ തുടങ്ങുന്നത്. അതാണ് PR ഇൻ്റർവെൽ. Question number 15. Circulation that supplies blood to and provides drainage from the cardiac musculature is called. ഏതാണ്? കാർഡിയാക് മസിൽസിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് കൊറോണറി സർക്കുലേഷൻ ആണ്. ഹാർട്ടിൽ നിന്ന് അയോർട്ട പുറപ്പെടുന്നു. ഇതാണ് അയോർട്ട. ഈ അയോർട്ടയുടെ ബ്രാഞ്ചാണ് കൊറോണറി ആർട്ടറി. ഇത് അയോർട്ടയാണ്. അയോർട്ടയുടെ ബ്രാഞ്ചാണ് കൊറോണറി ആർട്ടറി. കൊറോണറി ആർട്ടറി സപ്ലൈസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ദി കാർഡിയാക് മസിൽസ്. അത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രാഞ്ചസ് ഉണ്ട്.
ഓരോ ബ്രാഞ്ചും പിന്നെ ഡിവൈഡ് ചെയ്ത് അനേകം ക്യാപ്പിലറീസ് ആയിട്ട് കാർഡിയാക് മസിൽസിലേക്ക് അങ്ങോട്ട് ഇന്നർവേറ്റ് ചെയ്യും. അതുകൊണ്ട് കൊറോണറി സർക്കുലേഷൻ, അപ്പോൾ ഹാർട്ട് മസിൽസിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് കൊറോണറി ആർട്ടറി. ഈ ഹാർട്ട് മസിൽസിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? കൊറോണറി വെയിനാണ്. അപ്പോൾ ഹാർട്ടിൽ നിന്ന് കൊറോണറി ആർട്ടറി വഴി ബ്ലഡ് ഹാർട്ട് മസിൽസിൽ ചെല്ലുന്നു. ഹാർട്ട് മസിൽസിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കൊറോണറി വെയിൻ വഴി തിരിച്ച് ഹാർട്ടിൽ ചെല്ലുന്നു. കൊറോണറി വെയിൻ. This circulation of blood between the heart and the heart muscles is called coronary circulation. ഒരു ചെറിയ സർക്കുലേഷനാണ്. പക്ഷേ കൊറോണറി സർക്കുലേഷനിൽ എന്തെങ്കിലും തകരാറ് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്നത്. പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോർട്ടൽ സർക്കുലേഷൻ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഉദാഹരണമായിട്ട് ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ലിവറിലേക്ക് കൊണ്ടുപോകുന്നത് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനാണ്. പോർട്ടൽ വെയിനുകൾ തുടങ്ങുന്നതും ക്യാപ്പിലറിയിലാണ്, അവസാനിക്കുന്നതും ക്യാപ്പിലറീസിലാണ്. പോർട്ടൽ വെയിൻ ഒരിക്കലും ബ്ലഡ് നേരിട്ട് ഹാർട്ടിലേക്ക് കൊണ്ടുപോവുകയില്ല, ഒരു ഇൻ്റർമീഡിയറ്റ് വിസറൽ ഓർഗനിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. വെലോസിറ്റി ഓഫ് ബ്ലഡ് ഫ്ലോ ഈസ് ലീസ്റ്റ് ഇൻ. ബ്ലഡിൻ്റെ വെലോസിറ്റി ഏറ്റവും കൂടുതലുള്ളത് അയോർട്ടയിലാണ്. അയോർട്ടയെക്കാട്ടിലും വെലോസിറ്റി കുറവാണ് ആർട്ടറീസിൽ. ആർട്ടറീസിനെക്കാട്ടിലും വെലോസിറ്റി കുറവാണ് ആർട്ടീരിയോൾസിൽ. ആർട്ടീരിയോൾസിനെക്കാട്ടിലും വെലോസിറ്റി കുറവാണ് ക്യാപ്പിലറീസിൽ. അപ്പോൾ ബ്ലഡ് ഏറ്റവും സാവധാനം സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്നത് ക്യാപ്പിലറീസിൽ കൂടെയാണ്. എന്തുകൊണ്ടാണ് അതുകൊണ്ടുള്ള നേട്ടം? ബ്ലഡ് ക്യാപ്പിലറി കൂടെ സഞ്ചരിക്കുമ്പോഴാണ് ബ്ലഡിൽ നിന്നും ഓക്സിജനും ന്യൂട്രിയൻസും ടിഷ്യൂവിലേക്കും ടിഷ്യൂവിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റും ബ്ലഡിലേക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് between the blood and the tissue takes place as the blood moves through the capillaries. ആർട്ടറീസിൽ കൂടെയോ ആർട്ടീരിയോൾസിൽ കൂടെയോ വെയിൻസിൽ കൂടെയോ സഞ്ചരിക്കുമ്പോൾ ഈ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. ക്യാപ്പിലറി കൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രം. എന്തുകൊണ്ട്? ക്യാപ്പിലറിയുടെ വാളെന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ഒറ്റ ലൈനേ ഉള്ളൂ, ഒരു സിമ്പിൾ എപ്പിത്തീലിയൽ ലൈനിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇറ്റ് പെർമിറ്റ്സ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് ആൻഡ് അതർ സബ്സ്റ്റൻസസ്. ക്യാപ്പിലറീസ് ആണ്. മറ്റൊരു കാരണം കൂടിയുണ്ട്. വെലോസിറ്റി കുറയുന്നത് എപ്പോഴാണ്? സർഫസ് ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ കാർഡിയോവാസ്കുലർ സിസ്റ്റം എടുത്താൽ സർഫസ് ഏരിയ ഏറ്റവും കൂടുതൽ ക്യാപ്പിലറി. ടോട്ടൽ ക്യാപ്പിലറി സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം 700 to 1000 സ്ക്വയർ മീറ്റർ ആണ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ക്യാപ്പിലറീസും കൂടെ ടോട്ടൽ സർഫസ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അത് 700 to 1000 സ്ക്വയർ മീറ്റർ വരും. സർഫസ് ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും. ദി ആവറേജ് വെലോസിറ്റി ഓഫ് ബ്ലഡ് ഫ്ലോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ. അതാണ് അതിൻ്റെ ഒരു റൂള്. ആവറേജ് വെലോസിറ്റി ഓഫ് ബ്ലഡ് ഫ്ലോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ സെക്ഷണൽ ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും, ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും. അതാണ് അതിൻ്റെ നിയമം. ഓക്കെ. ബണ്ടിൽ ബ്രാഞ്ചസ് ആർ ഫൗണ്ട് ഇൻ. ബണ്ടിൽ ബ്രാഞ്ചസ് നമ്മൾ നേരത്തെ വരച്ചു. ബണ്ടിൽ ബ്രാഞ്ചസ് എവിടെയാണ് കാണുന്നത്? ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റത്തിലാണ് ബണ്ടിൽ ബ്രാഞ്ചസ് കാണുന്നത്. എസ് എ നോടും എ വി നോടും സ്ഥിതി ചെയ്യുന്നത് റൈറ്റ് ഏട്രിയത്തിലാണ്. ബണ്ടിൽ ഓഫ് ഹിസും ബണ്ടിൽ ബ്രാഞ്ചസും ഇന്റർ ഏട്രിയൽ സെപ്റ്റത്തിലാണ്, ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റത്തിലാണ്. പർക്കിഞ്ചി ഫൈബേഴ്സോ വെൻട്രിക്കിളിൻ്റെ വാളിലാണ്. അതുകൊണ്ട് ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം കണ്ടെയ്ൻസ് ബണ്ടിൽ ബ്രാഞ്ചസ് ഓഫ് ദ കണ്ടക്ടിംഗ് സിസ്റ്റം. Given below are 5 statements regarding human blood circulatory system. Pericardial fluid fills the chambers of the heart. തെറ്റാണ്, false. Pericardial fluid fills the pericardial cavity outside the heart. ഹാർട്ടിന് വെളിയിലാണ് പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് ഉള്ളത്. AV node is situated in the lower left corner of the right atrium. ഇത് ട്രൂ ആണ്, നേരത്തെ പറഞ്ഞതാണ്, കറക്റ്റ് പൊസിഷൻ. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ക്യാരീസ് ബ്ലഡ് ഫ്രം ലിവർ ടു ഹാർട്ട് അല്ല, ഇൻഡസ്റ്റൈൻ ടു ലിവർ ആണ്. ഇൻഡസ്റ്റൈൻ
ടു ലിവർ. അപ്പോൾ ഇതും ഫോൾസാണ്. ഇന്ററേട്രിയൽ സെപ്റ്റം ഈസ് പെർഫറേറ്റഡ്. ഇന്ററേട്രിയൽ സെപ്റ്റത്തിലും ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിലും ഒരു പെർഫറേഷൻ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇല്ല. തെറ്റാണ്. അത് നോട്ട് എന്ന് വേണം ഇവിടെ, നോട്ട് പെർഫറേറ്റഡ്. അപ്പോൾ ഇതും ഫോൾസാണ്. ഇന്റർ ഏട്രിയൽ സെപ്റ്റം ഈസ് നോട്ട് പെർഫറേറ്റഡ്. പക്ഷേ ഹ്യൂമൻ എംബ്രിയോയിൽ മാത്രം ഇന്ററേട്രിയൽ സെപ്റ്റത്തിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു പെർഫറേഷൻ ഉണ്ട്. ഹ്യൂമൻ എംബ്രിയോയുടെ ഇന്ററേട്രിയൽ സെപ്റ്റത്തിൽ കാണുന്ന ഓപ്പണിങ്ങിൻ്റെ പേരാണ് ഫൊറാമൻ ഓവൈൽ. അത് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ അതങ്ങ് ക്ലോസ് ചെയ്യും. ഫൊറാമൻ ഓവൈൽ ഈസ് ആൻ ഓപ്പണിംഗ് present in the interatrial septum of fetal heart. അത് immediately after birth that permanently closes. അതുകൊണ്ട് അഡൽട്ടിൻ്റെ ഹാർട്ടിലെ ഇന്ററേട്രിയൽ സെപ്റ്റത്തിൽ പെർഫറേഷൻ ഇല്ല. കോർഡേറ്റ് ടെൻഡിനെ ആർ പാർട്ട് ഓഫ് ദ കണ്ടക്ടിങ് സിസ്റ്റം അല്ല. കണ്ടക്ടിങ് സിസ്റ്റവുമായിട്ട് കോർഡേറ്റ് ടെൻഡിനേക്ക് യാതൊരു ബന്ധവുമില്ല. എന്താണ് കോർഡേറ്റ് ടെൻഡിനെ? ട്രൈക്കസ്പിഡ് വാൽവിൻ്റെയും ബൈക്കസ്പിഡ് വാൽവിൻ്റെയും ഫ്ലാപ്പുകളെ വെൻട്രിക്കിളിൻ്റെ മസിലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചരടുകളാണ് കോർഡേറ്റ് ടെൻഡിന്. അപ്പോൾ ഇതും ഫോൾസ് ആണ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? എ സി ഡി ഇ. എ സി ഡി ഇ ഇതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയൊക്കെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എ പേഴ്സൺ വിത്ത് ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ക്യാൻ ഡൊണേറ്റ് ബ്ലഡ് ഗ്രൂപ്പ്. ഇവിടെ ഡോണറുടെ ആൻറ്റിജൻ ആണ് നമ്മൾ നോക്കേണ്ടത്. ഡോണർക്ക് എന്തൊക്കെയുണ്ട്? ഡോണർ എന്ന് പറയുന്നത് ബി പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ഡോണർക്ക് എന്തുണ്ട്? ബി ആൻറ്റിജൻ ഉണ്ട്, RH ആൻറ്റിജനും ഉണ്ട്. ഡോണറുടെ ബ്ലഡിൽ ബി ആൻറ്റിജനും RH ആൻറ്റിജനും ഉണ്ട്. റെസിപ്പിയൻറ്റിൻ്റെ ആൻറ്റിബോഡിയാണ് ഡോണറുടെ ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പിയൻറ്റിന് ബി ആൻറ്റിബോഡി കാണാൻ പാടില്ല, RH ആൻറ്റിബോഡി കാണാൻ പാടില്ല. അപ്പോൾ ഏതൊക്കെയാണ്? ഇതിനേ ഉള്ളൂ അതെല്ലാം. എ ബി പോസിറ്റീവുകാരന് ബ്ലഡ് പ്ലാസ്മയിൽ യാതൊരു ആൻറ്റിബോഡിയും ഇല്ല. യാതൊരു ആൻറ്റിബോഡി ഇല്ലാത്തതുകൊണ്ട് എ ബി പോസിറ്റീവ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്. യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്. O പോസിറ്റീവിന് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം O പോസിറ്റീവിൻ്റെ പ്ലാസ്മയിൽ ആൻറ്റിബോഡീസ് ഉണ്ട്. എ ആൻറ്റിബോഡി ഉണ്ട്, ബി ആൻറ്റിബോഡി ഉണ്ട്, പറ്റുകയില്ല. ബി നെഗറ്റീവുകാരന് RH ആൻറ്റിബോഡി ഉണ്ട്. ഇവിടെ RH ആൻറ്റിബോഡി ഉണ്ട്, അത് പറ്റത്തില്ല. എ പോസിറ്റീവുകാരന് പ്ലാസ്മയിൽ ബി ആൻറ്റിബോഡി ഉണ്ട്, അതും ഇവിടെ പറ്റുകയില്ല. അതുകൊണ്ട് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ധൈര്യമായിട്ട് എഴുതാം. കാരണം എ ബി പോസിറ്റീവ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്, O നെഗറ്റീവ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഡോണറുമാണ്. അപ്പോൾ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എ ബി പോസിറ്റീവ് ആയതുകൊണ്ട് ഏത് ബ്ലഡും സ്വീകരിക്കാം. ഒറ്റ നോട്ടത്തിൽ 10 സെക്കൻഡ് കൊണ്ട് അതിൻ്റെ ആൻസർ കണ്ടെത്താം. ബ്ലഡ് സർക്കുലേഷൻ വേർ ബ്ലഡ് ഫ്ലോ ഈസ് മോർ പ്രിസൈസ്ലി റെഗുലേറ്റഡ് ഈസ് ഫൗണ്ട് ഇൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സർക്കുലേഷൻ. ബ്ലഡ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ക്ലോസ്ഡ് സർക്കുലേഷൻ. അവിടെ വ്യക്തമായ ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്, വാൽവ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം കാണുന്നത് അനലിറ്റ്സിലും കോർഡേറ്റ്സിലുമാണ്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ് ഇത്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു ഡെഫിനിഷനാണ് ബ്ലഡ് ഫ്ലോ ക്യാൻ ബി പ്രിസൈസ്ലി റെഗുലേറ്റഡ്. കാർഡിയാക് ഫംഗ്ഷൻ ഈസ് മോഡറേറ്റഡ് ബൈ ദ ബ്രെയിൻ സെൻട്രൽ കോർഡ്. ഹാർട്ട് ബീറ്റിനെ നിയന്ത്രിക്കുന്ന ബ്രെയിനിൻ്റെ ഏത് ഭാഗമാണ്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ. Medulla oblongata is that part of the hindbrain where the heartbeat is regulated. Left atrium receives. Left atrium എന്ത് ബ്ലഡാ സ്വീകരിക്കുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ഓക്സിജനേറ്റഡ് ബ്ലഡ് ത്രൂ പൾമണറി വെയിൻ. അപ്പോൾ left atrium receives oxygenated blood from the lungs through pulmonary veins. Which of the following contains blood with relatively high oxygen content? Left ventricle. Left ventricle നേരത്തെ പറഞ്ഞു ലങ്സിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് വെൻട്രിക്കിൾ വരുന്നു. പക്ഷേ റൈറ്റ് വെൻട്രിക്കിൾ കാണുന്ന എന്താണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്.
പൾമനറി ആർട്ടറി വഴിയാണ് ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്ക് പോകുന്നത്. അപ്പോൾ പൾമനറി ആർട്ടറിയിൽ കാണുന്നതും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. സുപ്പീരിയർ വീന കേവ വഴിയാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെയും ഡീഓക്സിജനേറ്റഡ്. ഇവിടെ മാത്രമാണ്. ഇപ്പം ലെഫ്റ്റ് വെൻട്രിക്കിൾ പറയാം, ലെഫ്റ്റ് ഏട്രിയം പറയാം, അയോർട്ട പറയാം, എന്ത് വേണേൽ പറയാം. അപ്പോൾ ഈ ഒന്നിൻ്റെ സ്ഥാനത്ത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണെങ്കിൽ ഉത്തരം ശരി, റൈറ്റ് വെൻട്രിക്കിൾ ആണെങ്കിൽ ഉത്തരം ശരി, അയോർട്ട ആണെങ്കിലും ഉത്തരം ശരി, സിസ്റ്റമിക് ആർട്ടറീസ് ആണെങ്കിലും ശരിയാണ് ഉത്തരം. ഡ്യൂറിങ് ജോയിന്റ് ഡയസ്റ്റോളി കാർഡിയാക് സൈക്കിളിൻ്റെ 0.4 സെക്കൻഡ് നേരം ഏട്രിയവും വെൻട്രിക്കിളും റിലാക്സേഷനിലായിരിക്കും. അതിൻ്റെ പേരാണ് ജോയിന്റ് ഡയസ്റ്റോളി. ദാറ്റ് ലാസ്റ്റ് ഫോർ അബൌട്ട് 0.4 സെക്കൻഡ്സ്. ആ സമയത്ത് എന്താണ്? ആ സമയത്താണ് ഹാർട്ടിലേക്ക് ബ്ലഡ് പ്രവേശിക്കുന്നത്. ബ്ലഡ് എൻറ്റേഴ്സ്. കാരണം ഏട്രിയത്തിലും പ്രഷർ കുറവാണ്, വെൻട്രിക്കിളിലും പ്രഷർ കുറവാണ്. അപ്പോൾ ആദ്യം ബ്ലഡ് എവിടെ വന്നറിയുന്നു? ഏട്രിയത്തിൽ. അപ്പോൾ വീന ക്യാവയിൽ നിന്നും പൾമനറി വെയിനിൽ നിന്നും പൾമനറി വെയിനിൽ നിന്നും ബ്ലഡ് ആദ്യം ഏട്രിയത്തിൽ വന്ന് നിറയുന്നു. ഏട്രിയത്തിൽ നിന്ന് ആ ബ്ലഡ് വെൻട്രിക്കിൾസിലേക്ക് പോകുന്നു. അപ്പോൾ ഡ്യൂറിങ് ജോയിന്റ് ഡയസ്റ്റോളി ബ്ലഡ് എൻറ്റേഴ്സ് ദ ഹാർട്ട്. കണ്ടോ? ബ്ലഡ് എൻറ്റേഴ്സ് ദ ഹാർട്ട്. ഇതാണ് ഡ്യൂറിങ് ജോയിന്റ് ഡയസ്റ്റോളി. എന്തുകൊണ്ടാണ് ബ്ലഡ് ജോയിന്റ് ഡയസ്റ്റോളി സമയത്ത് ഹാർട്ടിൽ പ്രവേശിക്കുന്നത്? ബിക്കോസ് ഓൾ ദ ചേംബേഴ്സ് ഓഫ് ദ ഹാർട്ട് ആർ ഇൻ ലോ പ്രഷർ. പ്രഷർ കുറവാണ്, റിലാക്സ്ഡ് ആണത്. ആർട്ടറി അതേസമയം പൾമനറി വെയിനിൽ പ്രഷർ കൂടുതലാണ്, വീന ക്യാവയിൽ പ്രഷർ കൂടുതലാണ്. Therefore, during joint diastole, blood enters the chambers of the heart due to the existence of a pressure gradient. വെയിൻസിൽ പ്രഷർ കൂടുതൽ, ഏട്രിയത്തിൽ പ്രഷർ കുറവ്. അപ്പോൾ പ്രഷർ കൂടുതലുള്ള വെയിൻസിൽ നിന്ന് പ്രഷർ കുറവുള്ള ഏട്രിയത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലഡ് വന്നു ചേരുന്നു. അവിടെ നിന്ന് പ്രഷർ കുറവുള്ള വെൻട്രിക്കിളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലഡ് മൂവ് ചെയ്യുന്നു. 4 statements are given. RBCs have an average lifespan of 120 days. ശരിയാണ്. ന്യൂട്രോഫിൽസ് ആർ ദ മോസ്റ്റ് അബൻഡന്റ് ല്യൂക്കോസൈറ്റ്സ്. അതാണ് ശരിയാണ്. നേരത്തെ പറഞ്ഞല്ലേ, ന്യൂട്രോഫിൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ല്യൂക്കോസൈറ്റിന്റെ 60 to 65% ന്യൂട്രോഫിൽസ് ആണ്. ബ്ലഡ് ഈസ് റിച്ച് ഇൻ ഡൈസാക്കറൈഡ്സ്. ബ്ലഡിന് മോണോസാക്കറൈഡ്സ് മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കത്തുള്ളൂ. ഡൈ തെറ്റാണ്, മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞു. Blood cannot transport polysaccharides and disaccharides. Blood can transport only monosaccharides like glucose, fructose and galactose. അപ്പോൾ ഇത് false statement. Reduction in platelet count leads to formation of internal clot. തെറ്റ്. ക്ലോട്ട് ഉണ്ടാകുന്നത് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. Reduction of platelet count will leads to bleeding എന്ന് പറയാം. ബ്ലീഡിങ്. ഇത് തെറ്റാണ്. ക്ലോട്ട് ഉണ്ടാകാതിരിക്കും. പ്ലേറ്റ്ലെറ്റ് ഉണ്ടെങ്കിൽ ഇന്റേണൽ ക്ലോട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവ് കുറയുമ്പോൾ ക്ലോട്ടല്ല ഉണ്ടാകുന്നത്, ബ്ലീഡിംഗ് ആണ്. അപ്പം ഇതും ഫോൾസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? 1 and 2 ആണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. Question 26. Which of the following structures are directly involved in the pulmonary circuit? Pulmonary circuit എന്ന് പറയുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പൾമനറി ആർട്ടറി വഴി ലങ്സിൽ ചെല്ലുന്നു. ലങ്സിൽ നിന്ന് പൾമനറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ, പൾമനറി ആർട്ടറി, പൾമനറി വെയിൻ, ലെഫ്റ്റ് ഏട്രിയം. ഇതാണ്. നിങ്ങളിതൊക്കെ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് സ്പേസ് ഫോർ റഫ് വർക്കിൽ ഒന്ന് ആരോ ഇട്ടൊന്ന് എഴുതി നോക്കിയിട്ട് ആൻസർ ചെയ്താൽ ബുദ്ധിമുട്ട് വരത്തില്ല. ഇതൊന്ന് എഴുതി നോക്കുക. ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഈസ് ഹേർഡ്. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ലബ് എന്ന് പറഞ്ഞൊരു ലോ പിച്ച്ഡ് ആൻഡ് ഡൾ സൗണ്ടാണ്. അതെന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഈസ് ഡ്യൂ ടു ദ സഡൻ ക്ലോഷർ ഓഫ് ട്രൈകസ്പിഡ് വാൽവ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്. ഈ രണ്ട് വാൽവുകളും ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണ്? വെൻട്രിക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ.
അപ്പോൾ മിട്രൽ ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് ക്ലോസ്. മൈട്രൽ വാൽവ് എന്ന് പറയുന്നത് ബൈകസ്പിഡ് വാൽവാണ്. അപ്പോൾ മൈട്രൽ വാൽവും ട്രൈകസ്പിഡ് വാൽവും ക്ലോസ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ശബ്ദമാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത്. അതേസമയം സെക്കൻഡ് ഹാർട്ട് സൗണ്ട് എന്താണ്? ഡ്യൂ ടു ദ സഡൻ ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൽവ്സ് ആണ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട്. ഇത് തെറ്റാണ്, കാരണം ഇത് സെക്കൻഡ് സൗണ്ട് ആണ് ഡ്യൂ ടു ദ ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൽവ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ആൻ ആർട്ടറി? ആർട്ടറിയും വെയിനും തമ്മിലുള്ള ഒരുപാട് ഡിഫറൻസസ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്താണ്? കണ്ടെയ്ൻസ് വാൽവ്സ്. ആർട്ടറിയിൽ വാൽവുകൾ ഇല്ല, ഫോൾസ് ആണ്. വെയിൻസിൽ മാത്രമേ വാൽവുകൾ ഉള്ളൂ. ക്യാരീസ് ഓൺലി ഓക്സിജനേറ്റഡ് ബ്ലഡ്. അതും ശരിയല്ല, കാരണം പൾമനറി ആർട്ടറി ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പോൾ എല്ലാ ആർട്ടറീസും ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല, ഫോൾസ് ആണ്. വൈഡ് ല്യൂമൻ ആൻഡ് തിൻ വാൾ, അത് വെയിനിനാണ്. വെയിൻസിന് വൈഡ് ല്യൂമനും തിൻ വാളുമാണ്. ബട്ട് ക്യാരീസ് ബ്ലഡ് എവേ ഫ്രം ദ ഹാർട്ട്. ഓൾ ആർട്ടറീസ് ടേക്ക് ബ്ലഡ് ഔട്ട് ഓഫ് ദ ഹാർട്ട്. ഏത് ആർട്ടറി എടുത്താലും ഹാർട്ടിൽ നിന്ന് വെളിയിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നു. വെയിൻസ് ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട്. 29. ഹ്യൂമൻ ഹാർട്ട് ഈസ് കോൾഡ് മയോജനിക് ബിക്കോസ് നോൺ കോർഡേറ്റ്സിൻ്റെ ഹാർട്ട്, ന്യൂറോജനിക് ഹാർട്ട് എന്ന് പറയുന്നത് ന്യൂറോജനിക് ഹാർട്ട് കാണുന്ന ആർക്കാണ്? നോൺ കോർഡേറ്റ്സിനാണ്. നോൺ കോർഡേറ്റ്സ്. എന്നാൽ കോർഡേറ്റ്സിൽ കാണുന്നത് മയോജനിക് ഹാർട്ടാണ്. മയോജനിക് ഹാർട്ട്, എസ്പെഷ്യലി വെർട്ടിബ്രേറ്റ്സ്. ന്യൂറോജനിക് ഹാർട്ട് കൺട്രാക്ട് ചെയ്യാൻ ആവശ്യമുള്ള ഇമ്പൾസ് നെർവസ് സിസ്റ്റത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റിമുലസിനെ ആശ്രയിച്ചാണ് ന്യൂറോജനിക് ഹാർട്ട്. എന്നാൽ മയോജനിക് ഹാർട്ട് അങ്ങനെയല്ല. മയോജനിക് ഹാർട്ട് കൺട്രാക്ട് ചെയ്യാൻ ആവശ്യമുള്ള ഇമ്പൾസ് നോഡൽ ടിഷ്യൂസിൽ നിന്ന് ഹാർട്ടിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ വെർട്ടിബ്രേറ്റ് ഹാർട്ട് പൊതുവെ മയോജനിക്കും ഇൻവെർട്ടിബ്രേറ്റ് ഹാർട്ട് ന്യൂറോജനിക്കുമാണ്. പക്ഷേ ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഒരു ഫൈലത്തിൽ മാത്രം മയോജനിക് ഹാർട്ട് ഉണ്ട്. ഏതാണ്? മൊളസ്ക. അപ്പോൾ എക്സെപ്റ്റ് മൊളസ്ക വേണേ പറയാം. ഇൻ മൊളസ്ക ദ ഹാർട്ട് ഈസ് മയോജനിക്. ഒറ്റ ഫൈലം അതാണ് മൊളസ്ക. അപ്പോൾ ഇറ്റ് ഈസ് ഓട്ടോ റെഗുലേറ്റഡ് ബൈ സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസിൽസ് കോൾഡ് നോഡൽ ടിഷ്യൂസ്. നോഡൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസിൽസിൽ നിന്നാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, നെർവസ് സിസ്റ്റം അല്ല. നെർവസ് സിസ്റ്റം ബീറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും, പക്ഷേ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഓട്ടോ റെഗുലേഷൻ പേസ് മേക്കറാണ്. പേസ് മേക്കർ എന്ന് പറയുന്നത് നോഡൽ ടിഷ്യൂ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ആൻസർ ആൻഡ് ഡയറക്റ്റഡ്. ഇൻ അഡൾട്ട്സ് RBCs ആർ സിന്തസൈസ്ഡ് ഇൻ ദ ബോൺ മാരോ. ശരിയാണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ്. ദ സിന്തസിസ് ഓഫ് RBC ടേക്സ് പ്ലേസ് ഇൻ ദി ബോൺ മാരോ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ റെഡ് ബോൺ മാരോ. റെഡ് ബോൺ മാരോയിലാണ് RBCയുടെ സിന്തസിസ് നടക്കുന്നത്. ഫാറ്റ്സ് ആർ അബ്സോർബ്ഡ് ത്രൂ കാപ്പിലറീസ് ഓഫ് വില്ലേ ഡയറക്ട്ലി അറ്റ്. ഫാറ്റ്സ് ആർ അബ്സോർബ്ഡ് ത്രൂ ലാക്റ്റിയൽസ് ആണ്. ഇത് തെറ്റാണ്. കാപ്പിലറീസ് അബ്സോർബ് ചെയ്യുന്നത് വാട്ടർ സോളുബിൾ മെറ്റീരിയൽസ് ആണ്. കാപ്പിലറീസ് വാട്ടർ സോളുബിൾ മെറ്റീരിയൽസ് ആണ് ബ്ലഡ് കാപ്പിലറീസ് അബ്സോർബ് ചെയ്യുന്നത്. നെക്സ്റ്റ് വാട്ടർ ദ മോസ്റ്റ് അബൻഡന്റ് പ്ലാസ്മ കമ്പോണന്റ് ഈസ് ഗ്ലൂക്കോസ്. തെറ്റ്. നെക്സ്റ്റ് വാട്ടർ അത് പ്രോട്ടീൻ ആണ്. അപ്പൊ ഇതും ഫോൾസ്. വാട്ടർ എന്ന് പറഞ്ഞാൽ 92% ആണ് വാട്ടർ. 92% വാട്ടർ. പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്ലാസ്മയിൽ 7.5% ആണ്. ബാക്കിയുള്ളതെല്ലാം കൂടെ പ്ലാസ്മയിൽ 0.5 വരുന്നത്. റിമൈനിങ് ഓൾ 0.5%. അപ്പോൾ വാട്ടർ കഴിഞ്ഞാൽ ബ്ലഡ് പ്ലാസ്മയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രോട്ടീനാണ്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതാണ്? ആൽബുമിനാണ്. ആൽബുമിൻ കഴിഞ്ഞാൽ പിന്നെ ഗ്ലോബുലിനാണ്. ഗ്ലോബുലിൻ കഴിഞ്ഞാൽ പിന്നെ ഫൈബ്രിനോജനാണ്. ഫൈബ്രിനോജൻ.
അപ്പോൾ ഇതിൽ പ്ലേറ്റ്ലെറ്റ്സ് ആർ ഫോംഡ് ഫ്രം മെഗാകാരിയോസൈറ്റ്സ്. ട്രൂ ആണത്. പ്ലേറ്റ്ലെറ്റ്സ് ആർ ഫോംഡ് ഫ്രം മെഗാകാരിയോസൈറ്റ്സ്. ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ബ്ലഡ് സെൽസ് ആണ്. യഥാർത്ഥത്തിൽ അത് ട്രൂ സെൽസ് അല്ല, ന്യൂക്ലിയസ് പോലും ഇല്ല. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് റെഡ് ബോൺ മാരോയിലുള്ള ലാർജ് സെൽസ് ഉണ്ട്, പ്രിക്കഴ്സർ സെൽസ്, മെഗാകാരിയോസൈറ്റ്സ്. ഈ മെഗാകാരിയോസൈറ്റ്സ് എന്നുള്ള സെൽസ് പൊടിഞ്ഞുണ്ടാകുന്ന കഷണങ്ങളെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്ലേറ്റ്ലെറ്റ്സ് ആർ ഫോംഡ് ബൈ ദി ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ലാർജ് പ്രിക്കഴ്സർ സെൽസ് ഇൻ ദ ബോൺ മാരോ കോൾഡ് മെഗാകാരിയോസൈറ്റ്സ്. അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എയും ഡിയുമാണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ത്രോംബിൻ കാറ്റലൈസസ്. ത്രോംബിൻ എന്താണ് കാറ്റലൈസ് ചെയ്യുന്നത്? ത്രോംബിൻ കാറ്റലൈസ് ദ ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻ, അത് എന്ത് പ്രോട്ടീനാണ്? അത് സോളുബിൾ പ്രോട്ടീനാണ്. ഫൈബ്രിനോജൻ എന്ന് പറയുന്ന സോളുബിൾ പ്രോട്ടീനെ ഫൈബ്രിൻ എന്ന് പറയുന്ന ഇൻസോളുബിൾ പ്രോട്ടീൻ ആയിട്ട് മാറ്റും. ഫൈബ്രിൻ ഒരു ത്രെഡ് പോലെയുള്ള ഒരു പ്രോട്ടീനായിട്ട് മാറും. ആ ത്രെഡുകൾ പരസ്പരം കുറുങ്ങി ഒരു വലയുണ്ടാവും, അതിൻ്റെ പേരാണ് ഫൈബ്രിൻ നെറ്റ്. ഈ നെറ്റിനകത്ത് ബ്ലഡ് സെൽസ് കുടുങ്ങിക്കിടക്കുമ്പോഴാണ് ക്ലോട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ക്ലോട്ടിങ് ഉണ്ടാകണമെങ്കിൽ ഫൈബ്രിനോജൻ ഫൈബ്രിനായിട്ട് മാറണം. ഇതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് ത്രോംബിൻ. Thrombin is an enzyme that catalyzes the conversion of fibrinogen to fibrin. Fibrin form a net. ഫൈബ്രിൻ നെറ്റ് ഉണ്ടാവും. ഫൈബ്രിൻ നെറ്റ്. ഈ ഫൈബ്രിൻ നെറ്റിനകത്ത് ബ്ലഡ് സെൽസ് കുടുങ്ങിക്കിടക്കണം, ട്രാപ്പ് ചെയ്യപ്പെടും. അങ്ങനെ ഫൈബ്രിൻ നെറ്റും ബ്ലഡ് സെൽസും കൂടെ ചേരുമ്പോൾ അതിനെ നമ്മൾ ക്ലോട്ട് എന്ന് വിളിക്കും. ക്ലോട്ട്. അപ്പോൾ ക്ലോട്ട് ഓർ കൊയാഗുലം കണ്ടെയ്ൻസ് എ നെറ്റ്വർക്ക് ഓഫ് ഫൈബ്രിൻ ത്രെഡ്സ് വിത്ത് blood cells trapped in it. അപ്പോൾ formation of fibrin. പ്രോത്രോംബിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ത്രോംബോകൈനേസ് ആണ്. പ്രോത്രോംബിൻ ഈസ് ആക്ടിവേറ്റഡ് ബൈ ത്രോംബോകൈനേസ്. ക്ലോട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ക്ലോട്ട് അതിൻ്റെ ജോലി നിർവഹിച്ചു കഴിഞ്ഞാൽ ആ ക്ലോട്ടിനെ അലിയിച്ച് കളയണം. ക്ലോട്ട് അവിടെ ഇരിക്കുന്നത് അപകടമാണ്. സോ ആഫ്റ്റർ ഇറ്റ്സ് പർപ്പസ് ഈസ് സെർവ്ഡ് ദ ക്ലോട്ട് ഷുഡ് ബി ഡിസോൾവ്. ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫൈബ്രിനെ അങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്യണം. അത് ചെയ്യുന്നത് എന്നാണ് ബ്രേക്ക് ഡൗൺ ഓഫ് ക്ലോട്ട് ത്രൂ ഫൈബ്രിനോസിസ് ഡൈ ബൈ എൻ എൻസൈം നോൺ ആസ് പ്ലാസ്മിൻ. പ്ലാസ്മിൻ എന്ന് പറയുന്ന എൻസൈമാണ് ക്ലോട്ടിനെ നശിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നത്. അതിൻ്റെ പേരാണ് ഫൈബ്രിനോലൈസിസ്. ഫൈബ്രിനെ അങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ക്ലോട്ട് ഇല്ലാതാക്കുന്നു. അപ്പോൾ ക്ലോട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈം പ്ലാസ്മിനാണ്. ഫോർമേഷൻ ഓഫ് ഫൈബ്രിനെ കാറ്റലൈസ് ചെയ്യുന്നത് ത്രോംബിനാണ്. പ്രോത്രോംബിനെ ആക്ടിവേറ്റ് ചെയ്ത് ത്രോംബിനാക്കി മാറ്റുന്നത് ത്രോംബോകൈനേസ് ആണ്. ഫൈൻഡ് ഔട്ട് ദ റോങ് മാച്ച്. ഇസിനോഫിൽസ് കൗണ്ട് ഇൻക്രീസസ് ഡ്യൂറിങ് അലർജി. അലർജി ഉണ്ടാകുമ്പോൾ ഇസിനോഫിൽസ് അലർജിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. നമുക്ക് അലർജി ഉണ്ടാക്കുന്ന വസ്തു ഹിസ്റ്റാമൈനാണ്. ഇസിനോഫിൽസ് ഹിസ്റ്റാമിനേസ് എന്നൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അലർജിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ഇസിനോഫിൽസാണ്. അപ്പോൾ അലർജി വരുമ്പോൾ ഇസിനോഫിൽ കൗണ്ട് കൂടും. ബേസോഫിൽസ് സെക്രീറ്റ് ഹിസ്റ്റമൈൻ ആൻഡ് സെറട്ടോണിൻ. ബേസോഫിൽസ് അലർജിയെ പ്രൊമോട്ട് ചെയ്യും. ഹിസ്റ്റാമൈൻ, സെറട്ടോണിൻ, ഹെപ്പാരിൻ മുതലായ കെമിക്കൽസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂട്രോഫിൽസ് ഫാഗോസൈറ്റിക് ശരിയാണ്, പക്ഷേ എ ഗ്രാനുലോസൈറ്റ് അല്ല, അത് തെറ്റിപ്പോയി, അത് വേണ്ട. ഇത് ഗ്രാനുലോസൈറ്റ്സ് ആണ്. ന്യൂട്രോഫിൽസ് ആർ ഫാഗോസൈറ്റിക് ഗ്രാനുലോസൈറ്റ്സ്. എ അവിടെ വേണ്ട. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ലിംഫോസൈറ്റ്സ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ടി ലിംഫോസൈറ്റ്സ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും ബി ലിംഫോസൈറ്റ്സ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും നമുക്ക് നൽകുന്നു. ഇതും ട്രൂ ആണ്. അപ്പോൾ ആൻസർ 3. ന്യൂട്രോഫിൽസ് ഫാഗോസൈറ്റിക് ഗ്രാനുലോസൈറ്റ്സ്. സൈറ്റോപ്ലാസത്തിൽ ഗ്രാന്യൂൾസ് ഉള്ള ല്യൂക്കോസൈറ്റ്സിനെ ഗ്രാനുലോസൈറ്റ്സ് എന്നും സൈറ്റോപ്ലാസത്തിൽ ഗ്രാന്യൂൾസ് ഇല്ലാത്തവരെ എ ഗ്രാനുലോസൈറ്റ് എന്നും വിളിക്കും.
അപ്പോൾ ന്യൂട്രോഫിൽസിന് ഗ്രാനുൾസ് ഉണ്ട്. യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ഈസ് വൺ ഹൂസ് RBC കണ്ടെയ്ൻസ്. യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റിൻ്റെ RBCയിൽ എല്ലാ ആൻറ്റിജൻസും ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ റെസിപ്പിയൻ RBC വിത്ത് all antigens. Universal donor RBC without antigens. അപ്പോൾ യൂണിവേഴ്സൽ ഡോണർ എന്ത് വേണം? പ്ലാസ്മ വിത്ത് ഓൾ ആൻറ്റിബോഡീസ്. പ്ലാസ്മയിൽ എല്ലാ ആൻറ്റിബോഡീസും ഉണ്ടായിരിക്കും. ഇവിടെയോ RBC with antigens, plasma without antibodies. അപ്പോൾ യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റിന് RBCയിൽ ആൻറ്റിജൻ ഉണ്ടായിരിക്കും, പ്ലാസ്മയിൽ ആൻറ്റിബോഡികൾ ഒന്നും കാണുകയില്ല. യൂണിവേഴ്സൽ ഡോണറിന് RBCയിൽ ആൻറ്റിജൻസ് ഒന്നുമില്ല, പക്ഷേ പ്ലാസ്മയിൽ എല്ലാ ആൻറ്റിബോഡീസും ഉണ്ടായിരിക്കും. സ്റ്റേറ്റ്മെന്റ് 1. Globulin plays the largest role in the immune response of the body. ഇത് ട്രൂ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഗ്ലോബുലിൻ 3 തരമുണ്ട്. ഏതൊക്കെയാണ്? ഗ്ലോബുലിൻ, ആൽഫ ഗ്ലോബുലിൻ ഉണ്ട്, ബീറ്റ ഗ്ലോബുലിൻ ഉണ്ട്, ഗാമ ഗ്ലോബുലിനും ഉണ്ട്. ഇതിൽ ഗാമ ഗ്ലോബുലിൻ ഫങ്ഷൻ ആസ് ആന്റിബോഡീസ്. Gamma globulins function as antibodies that give immunity to the body. അതേസമയം ആൽഫ ഗ്ലോബുലിനും ബീറ്റ ഗ്ലോബുലിനും they help in the transport of some hormones and certain minerals. അപ്പോൾ ഗാമ ഗ്ലോബുലിൻസ് പ്ലേ ദ ലാർജസ്റ്റ് റോൾ. ഗ്ലോബുലിൻ ജനറലായിട്ട് പറഞ്ഞാൽ മതി. സ്റ്റേറ്റ്മെന്റ് 2. പ്ലാസ്മ വിത്തൗട്ട് ഗ്ലോബുലിൻ ഈസ് കോൾഡ് സെറം. അത് തെറ്റാണ്. പ്ലാസ്മ വിത്തൗട്ട് ഫൈബ്രിനോജൻ എന്ന് പറയണം. പ്ലാസ്മ വിത്തൗട്ട് ഫൈബ്രിനോജൻ ഈസ് കോൾഡ് സെറം. അപ്പോൾ ഇത് ഫോൾസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് ദ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ. ഇത് ഗ്ലോബുലിൻ അല്ല, ഫൈബ്രിനോജൻ ആണ് ഇവിടെ വരേണ്ടത്. ബ്ലഡ് റിട്ടേണിംഗ് ടു ദ ഹാർട്ട് മസിൽസ് എൻ്റർ ദ ഹാർട്ട് ട്രൂ. ഹാർട്ടിൽ നിന്ന് ഹാർട്ട് മസിൽസിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് പ്രവേശിക്കുന്ന എന്ത് വഴിയാണ്? കൊറോണറി വെയിൻ വഴിയാണ്. അപ്പോൾ നമ്മളിവിടെ ഇതാണ് റൈറ്റ് ഏട്രിയം. ഹാർട്ടിൽ നിന്ന് കൊറോണറി വെയിൻ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? നേരിട്ട് ആ കൊറോണറി വെയിൻ ഹാർട്ടിനകത്തേക്ക് പ്രവേശിക്കണം. ഇതാണ് കൊറോണറി വെയിൻ. കൊറോണറി വെയിൻ takes deoxygenated blood from the heart muscles and directly enters the right atrium. അതൊരു പ്രത്യേകതയാണ്. സാധാരണഗതിയിൽ എല്ലാ വെയിൻസും സുപ്പീരിയർ വീന കാവ വഴിയോ ഇൻഫീരിയർ വീന കാവ വഴിയോ മാത്രമേ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നുള്ളൂ. വെയിൻസിന് നേരിട്ട് റൈറ്റ് ഏട്രിയത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. ഇതിന് ഒരേ ഒരു എക്സെപ്ഷൻ കൊറോണറി വെയിനാണ്. Coronary vein is the only vein that never join with vena cava. Vena cavയുമായിട്ട് ജോയിൻ ചെയ്യാതെ റൈറ്റ് ഏട്രിയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിവുള്ള ഒരേ ഒരു വെയിൻ കൊറോണറി വെയിനാണ്. കൊറോണറി വെയിൻ റൈറ്റ് ഏട്രിയത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ജംഗ്ഷനിൽ ഒരു ചെറിയ സ്വെല്ലിംഗ് ഉണ്ട്. അതിൻ്റെ പേരാണ് കൊറോണറി സൈനസ്. സോ കൊറോണറി വെയിൻ ഡയറക്ട്ലി ഡ്രെയിൻസ് ബ്ലഡ് ഇൻ ടു ദ റൈറ്റ് ഏട്രിയം ത്രൂ എ കൊറോണറി സൈനസ്. ഇവിടെ ഒരു കൊറോണറി സൈനസ് ഉണ്ട്. കൊറോണറി സൈനസ് അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ബാക്കിയുള്ള എല്ലാ വെയിൻസും ബ്ലഡ്
ഒന്നുകിൽ ഇൻഫീരിയർ വീനക്കാവയിൽ അല്ലെങ്കിൽ സുപ്പീരിയർ വീനക്കാവയിൽ കൊണ്ട് നിറയ്ക്കണം. വീനക്കാവയാണ് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എക്സെപ്ഷൻ കൊറോണറി വെയിൻ മാത്രം. ഇറ്റ് ഡയറക്ട്ലി എൻറ്റേഴ്സ് ദി റൈറ്റ് ഏട്രിയം ത്രൂ ദ കൊറോണറി സൈനസ്. What functions as the electrical gateway to the ventricle? SA നോഡിലുള്ള ഇമ്പൾസ് എവിടെ എത്തുന്നു? AV നോഡിലെത്തുന്നു. AV നോഡിൽ നിന്നത് AV ബണ്ടിൽ വഴി, ബണ്ടിൽ ബ്രാഞ്ചസ് വഴി പർക്കിഞ്ചി ഫൈബേഴ്സിൽ എത്തുന്നു. ഇവിടെ AV നോഡിന്റെ ജോലി എന്താണ്? SA നോഡാണ് ഹാർട്ട് ബീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഇമ്പൾസസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. SA നോഡിലുള്ള ഇമ്പൾസ് ആദ്യം ഏട്രിയത്തിൻ്റെ മസിൽസിലേക്ക് പോകുമ്പോൾ രണ്ട് ഏട്രിയവും ഒന്നിച്ച് കൺട്രാക്ട് ചെയ്യും. മാത്രമല്ല SA നോഡിലുള്ള ഇമ്പൾസ് AV നോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. AV നോഡ് അതിനെ റിലേ ചെയ്യും. AV നോഡ് ഇസ് ദ റിലേ സ്റ്റേഷനാണ്. SA നോഡിൻ്റെ ഇമ്പൾസ് വെൻട്രിക്കിൾസിലേക്ക് റിലേ ചെയ്യുന്ന ജോലിയാണ് AV നോഡിന്. അതുകൊണ്ട് AV നോഡ് ഈസ് ദ ഇലക്ട്രിക്കൽ ഗേറ്റ്വേ ടു ദ വെൻട്രിക്കിൾസ്. അപ്പോൾ അതിനെ നമുക്ക് ദ റിലേ സെന്റർ ആണ്. AV നോഡ് ട്രാൻസ്മിറ്റ് ഓർ റിലേസ് ദ ഇമ്പൾസസ്. SA നോഡിൽ നിന്ന് AV നോഡിൽ ഇമ്പൾസ് എത്തുന്ന എന്ത് വഴിയാണ്? ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴി. SA നോഡിൽ നിന്ന് ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴി ഇമ്പൾസ് AV നോഡിലെത്തുന്നു. AV നോഡ് അതിനെ പർക്കിഞ്ചി ഫൈബേഴ്സിലേക്ക് റിലേ ചെയ്യുന്ന ജോലി മാത്രമേ AV നോഡിനുള്ളൂ. അതുകൊണ്ട് SA നോഡിനെ നമ്മൾ എന്ത് വിളിക്കും? SA നോഡ് ഈസ് കോൾഡ് ദ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. പേസ് മേക്കർ എന്നാണ് വിളിക്കുന്നത്. AV നോഡിനെ നമ്മൾ വിളിക്കുന്നത് പേസ് സെറ്റർ എന്നാണ് വിളിക്കുന്നത്. പേസ് സെറ്റർ. ഏട്രിയം 70 പ്രാവശ്യം കൺട്രാക്ട് ചെയ്യുമ്പോൾ വെൻട്രിക്കിളും 70 പ്രാവശ്യം കൺട്രാക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ SA നോഡിൽ നിന്ന് 70 ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുമ്പോൾ AV നോഡായി 70 ഇമ്പൾസ് അവിടെ റിലേ ചെയ്യണം. അപ്പോൾ അവർ സിങ്ക്രണൈസേഷൻ ഉണ്ടാകും. അസർഷൻ ആൻഡ് റീസൺ. ദ സെമിലൂണാർ വാൾസ് റിമെയിൻ ക്ലോസ്ഡ് ഡ്യൂറിങ് വെൻട്രിക്കുലർ ഡയസ്റ്റോളി. വെൻട്രിക്കിൾസ് ഡയസ്റ്റോളിയിലായിരിക്കുമ്പോൾ സെമിലൂണാർ വാൾസ് ക്ലോസ്ഡ് ആണ്. എന്തുകൊണ്ട് ക്ലോസ്ഡ് ആണ്? വെൻട്രിക്കിളിൽ ആ സമയത്ത് പ്രഷർ കുറവായതുകൊണ്ട്. അപ്പോൾ പ്രഷർ ഇൻ ദ വെൻട്രിക്കിൾ ഇസ് ലെസ് ദാൻ ദാറ്റ് ഇൻ ദി അയോർട്ട. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. ഇതാണ് അതിൻ്റെ ആൻസർ. വെൻട്രിക്കിളിൽ പ്രഷർ കുറവായതുകൊണ്ട് സെമിലൂണാർ വാൾസ് ക്ലോസ്ഡ് ആണ്. വെൻട്രിക്കുലർ പ്രഷർ വർദ്ധിക്കുമ്പോഴല്ലേ സെമിലൂണാർ വാൽ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ സെമിലൂണാർ വാൾസ് ആർ ഫോഴ്സ്ഡ് ഓപ്പൺ വെൻ ദ വെൻട്രിക്കുലർ പ്രഷർ ഇൻക്രീസസ്. അപ്പോൾ അസർഷൻ കറക്റ്റാണ്, റീസൺ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. What causes the closure of semilunar valves which prevents the backflow of blood to the ventricle? സെമിലൂണാർ വാൾസ് എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്? വെൻട്രിക്കിളിലുള്ള ബ്ലഡ്, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പൾമനറി ആർട്ടറിയിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് അയോർട്ടയിലേക്കും പോയി കഴിയുമ്പോൾ രണ്ട് വെൻട്രിക്കിൾസിലെ പ്രഷർ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യും. പ്രഷർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അയോർട്ടയിൽ പ്രഷർ കൂടുതലാണ്, പൾമനറി ആർട്ടറിയിലും പ്രഷർ കൂടുതലാണ്. അപ്പോൾ പ്രഷർ കൂടുതലുള്ള അയോർട്ടയിൽ നിന്നും പൾമനറി ആർട്ടറിയിൽ നിന്നും ബ്ലഡ് തിരിച്ച് വെൻട്രിക്കിളിലേക്ക് വരാനൊരു സാധ്യതയുണ്ട്. അത് വരാതിരിക്കാനായിട്ട് ആ സമയത്ത് സെമിലൂണാർ വാൾസ് ക്ലോസ് ചെയ്യണം. അപ്പോൾ സെമിലൂണാർ വാൾസ് ക്ലോസ് ചെയ്യണമെങ്കിൽ വെൻട്രിക്കിളിൻ്റെ പ്രഷർ കുറയണം. എ ഫോൾ ഇൻ ദ വെൻട്രിക്കുലർ പ്രഷർ. വെൻട്രിക്കുലർ പ്രഷർ കൂടുമ്പോൾ റൈസ് ഇൻ വെൻട്രിക്കുലർ പ്രഷർ കോസസ് opening of semilunar valves. Opening of semilunar valves. Fall in ventricular pressure. Ventricular pressure കുറയുമ്പോൾ, ventricular pressure കുറഞ്ഞാൽ closing of semilunar valves. ഇത് ഓർത്തിരുന്നാൽ മതി. The contraction of ventricles begins shortly after. നേരത്തെ പറഞ്ഞതാണ്, QRSലെ Q കഴിഞ്ഞിട്ടാണ്, ഇമ്മീഡിയറ്റ് ആഫ്റ്റർ Q വേവ്. അപ്പം ഇതിൽ
PQRST. ഇതാ ഇവിടെയാണ് R തുടങ്ങുന്നത്. ഈ R തുടങ്ങുമ്പോഴാണ് വെൻട്രിക്കിളിൻ്റെ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യൂവിൽ എന്തായിരിക്കും നടക്കുന്നത്? ക്യൂവിൻ്റെ സമയത്ത് AV നോഡിൽ നിന്ന് ഇമ്പൾസ് AV ബണ്ടിലേക്ക്, അവിടുന്ന് ബണ്ടിൽ ബ്രാഞ്ചസിലേക്ക്, അവിടെ നിന്ന് പർക്കിഞ്ചി ഫൈബേഴ്സ്. അപ്പോൾ AV നോഡിൽ നിന്ന് ഇമ്പൾസ് പർക്കിഞ്ചി ഫൈബേഴ്സിലേക്ക് റിലേ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ക്യൂ വേവ് ആയിട്ട് കാണുന്നത്. പർക്കിഞ്ചി ഫൈബേഴ്സ് ഇമ്പൾസ് എത്തിക്കഴിഞ്ഞാൽ ഉടൻ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യും. അപ്പോൾ അറ്റ് ദ ബിഗിനിങ് ഓഫ് ആർ. അതുകൊണ്ട് QRS നമ്മൾ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ എന്ന് പറയുമെങ്കിലും the actual contraction of the ventricles begins shortly after Q. അതാണ് ശരി. What causes the closure of tricuspid valve and bicuspid valve during cardiac cycle? Tricuspid valve ഉം bicuspid valve-ന്റെ ജോലി എന്താണ്? They prevent the backflow or reverse flow of blood to atria. ഏട്രിയത്തിലേക്ക് ബ്ലഡ് തിരിച്ചു പോകുന്നതിനെ തടയുക എന്നുള്ളതാണ് ട്രൈക്കസ്പിഡ് വാൽവിൻ്റെയും ബൈക്കസ്പിഡ് വാൽവിൻ്റെയും ജോലി. എപ്പോഴാണ് തിരിച്ചു പോകാൻ സാധ്യതയുള്ളത്? വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ. വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ വെൻട്രിക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ബ്ലഡ് തിരിച്ച് ഏട്രിയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ ആസ് ദ വെൻട്രിക്കിൾസ് കൺട്രാക്ട്, ദ വെൻട്രിക്കുലർ പ്രഷർ ഇൻക്രീസസ് ആൻഡ് ദ tricuspid and bicuspid valves close. Increase in ventricular pressure. Increase in ventricular pressure during the ventricular systole. Ventricles contract ചെയ്യുമ്പോൾ ventricular pressure ഉയരുന്നു. Ventricular pressure ഉയരുമ്പോൾ atrial pressure കുറവായിരിക്കും. ബ്ലഡ് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് വാൽവും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യുന്നു. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ലബ് സൗണ്ട് കേൾക്കുന്നു. Question number 41. Rupture of chordate tendinae directly affects the functioning of. എന്താണ് chordate tendinae? Chordate tendinae എന്ന് പറയുന്നത് ഇതാണ് വാൽവുകൾ. ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവാണ്. ഈ ട്രൈക്കസ്പിഡ് വാൽവിൻ്റെയും ബൈക്കസ്പിഡ് വാൽവിൻ്റെ ഫ്ലാപ്പുകളെ വെൻട്രിക്കിളിൻ്റെ ഭിത്തിയിലേക്ക് വലിച്ചു കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ത്രെഡ്സ് ആണിത്. ഇതാണ് കോർഡേറ്റ് ടെൻഡിനെ. So chordate tendinae are threads of connective tissue by which the flaps of tricuspid and bicuspid valves are attached to the ventricular muscles. എന്തിനാണത്? വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ വെൻട്രിക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ട്രൈക്കസ്പിഡ് വാൽവിൻ്റെയും ബൈക്കസ്പിഡ് വാൽവിൻ്റെ ഫ്ലാപ്പുകൾ ഏട്രിയത്തിലേക്ക് പ്രൊലാപ്സ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങോട്ട് തള്ളി മാറിപ്പോകാനൊരു സാധ്യതയുണ്ട്. അത് വരാതിരിക്കാനായിട്ട് ഈ വാൽവിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തണം. ആവശ്യത്തിൽ കൂടുതൽ വാൽവ് അങ്ങോട്ട് പുഷ് പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ദ കോർഡേറ്റ് ടെൻഡിനെ ഹെൽപ്പ് ടു സ്റ്റെബിലൈസ് ദ AV വാൽവ് എന്ന് പറയാം. അല്ലെങ്കിൽ ട്രൈക്കസ്പിഡ് വാൽവിനെയും ബൈക്കസ്പിഡ് വാൽവിനെയും സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നത് കോർഡേറ്റ് ടെൻഡിനെയാണ്. അപ്പോൾ കോർഡേറ്റ് ടെൻഡിനേക്ക് ഒരു റപ്ചർ അല്ലെങ്കിൽ ഒരു പൊട്ടലുണ്ടായാൽ അത് ഈ ബൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവിൻ്റെ ഫങ്ഷനിങ്ങിനെയാണ് അത് ബാധിക്കുന്നത്. ദിസ് വിൽ ഫങ്ഷൻ ദീസ് വാൽവ്സ്. പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ തള്ളി മാറിപ്പോവുക. സോ കോർഡേറ്റ് ടെൻഡിനെ പ്രിവെന്റ് പ്രൊലാപ്സ്, പുറത്തോട്ട് തള്ളുക എന്നാണ് പ്രൊലാപ്സ്. അപ്പം പ്രഷർ കൂടുമ്പോൾ വാൽവിൻ്റെ ഫ്ലാപ്പ് ഏട്രിയത്തിലേക്ക് പ്രൊലാപ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ അതിനെ പിടിച്ചു നിർത്തണം. അതാണ് കോർഡേറ്റ് ടെൻഡിനയുടെ ഫംഗ്ഷൻ. Question number 42. The mitral valve is forced to close as the mitral valve എവിടെയാണ് കാണുന്നത്? Mitral valve is seen between the left atrium and left ventricle. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ. അപ്പം ഇതാണ് മൈട്രൽ വാൽവ്. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ പ്രഷർ ഉയരും. ആ പ്രഷർ ഉയരുമ്പോൾ ബ്ലഡ് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്.
അത് പ്രിവെൻറ്റ് ചെയ്യാൻ മൈട്രൽ വാൽവ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. സോ മൈട്രൽ വാൽവ് ക്ലോസ് വെൻ ദ ലെഫ്റ്റ് വെൻട്രിക്കുലർ പ്രഷർ ഇൻക്രീസസ്. ലെഫ്റ്റ് വെൻട്രിക്കുലർ പ്രഷർ ഇൻക്രീസസ്. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മൈട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ചെയ്യുന്നു. റൈറ്റ് വെൻട്രിക്കുലർ പ്രഷർ കൂടുമ്പോൾ ട്രൈക്കസ്പിഡ് വാൽവും ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മൈട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈക്കസ്പിഡ് വാൽവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ലെഫ്റ്റ് വെൻട്രിക്കുലർ പ്രഷർ ഇൻക്രീസസ്. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പൾമണറി സർക്കുലേഷൻ ഇസ് ഇനിഷ്യേറ്റഡ് ബൈ ലെഫ്റ്റ് വെൻട്രിക്കുലർ സിസ്റ്റോളി. തെറ്റാണ്, റൈറ്റ് ആണ്. പൾമണറി സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന റൈറ്റ് വെൻട്രിക്കിളിന്റെ സിസ്റ്റോളിയിലാണ്. അയോർട്ടിക് വാൽവ് പ്രിവെൻസ് ദ റിവേഴ്സ് ഫ്ലോ ഓഫ് ബ്ലഡ് ടു റൈറ്റ് വെൻട്രിക്കിൾ അല്ല, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ് ആഫ്റ്റർ ദ നെർവ് സപ്ലൈ ടു ദ ഹാർട്ട് ഈസ് കട്ട്. ഇത് ഫോൾസ് ആണ്, ഇത് ഫോൾസ് ആണ്, ഇതും ഫോൾസ് ആണ്. ഏട്രിയൽ ആൻഡ് വെൻട്രിക്കുലർ സിസ്റ്റോളി നെവർ ഓവർലാപ്പ്. ഇത് കറക്റ്റ്. ഏട്രിയൽ ആൻഡ് വെൻട്രിക്കുലർ സിസ്റ്റോളി നെവർ ഓവർലാപ്പ്. അതാണ് കറക്റ്റ്. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ദ കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞതാണ്, കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ്. കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. സ്ട്രോക്ക് വോളിയം എന്താണ്? EDV മൈനസ് ESV. EDV മൈനസ് ESV ആണ് സ്ട്രോക്ക് വോളിയം. അപ്പോൾ ഇവിടെ EDV തന്നിട്ടുണ്ട് 100, ESV തന്നിട്ടുണ്ട് 55. അപ്പോൾ എത്രയാണ്? 45. സ്ട്രോക്ക് വോളിയം 45, ഹാർട്ട് റേറ്റ് 70. അപ്പോൾ ആൻസർ എത്രയാണ്? 3150 ml. അപ്പോൾ EDV എന്ന് പറഞ്ഞാൽ ഡയാസ്റ്റോളിയുടെ അവസാനം വെൻട്രിക്കിളിൽ മാക്സിമം കാണുന്ന ബ്ലഡിൻ്റെ അളവ്. ESV എന്ന് പറഞ്ഞാൽ കൺട്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷം മിച്ചം കാണുന്ന ബ്ലഡിൻ്റെ അളവാണ് ESV. അപ്പോൾ EDV മൈനസ് ESV ആണല്ലോ വെൻട്രിക്കിളിൽ നിന്ന് പുറത്തോട്ട് പോയത്, അതാണ് സ്ട്രോക്ക് വോളിയം. അപ്പോൾ ആൻസർ 3150. മാച്ചിങ് ആണ്. ഹാർട്ട് ഫെയിലിയർ എന്താണ്? ഹാർട്ട് വർക്ക്സ് ലെസ് എഫിഷ്യൻ്റ്ലി ദാൻ നോർമൽ. ഇതാണ്. കാർഡിയാക് അറസ്റ്റ് എന്താണ്? ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ് ആണ്. ഹൈപ്പർ ടെൻഷൻ എന്താണ്? ഹൈപ്പർ ടെൻഷൻ അഫക്ട്സ് ദ ഹാർട്ട്, ബ്രെയിൻ ആൻഡ് കിഡ്നി. എത്തറോസ്ക്ലെറോസിസ് എന്താണ്? ഡെപ്പോസിഷൻ ഓഫ് കാൽഷ്യം ആൻഡ് കൊളസ്ട്രോൾ ഇൻ ദ ആർട്ടീരിയൽ വാൾ. ആൻജൈന പെക്ടോറിസ് എന്താണ്? അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ആണ്. അപ്പോൾ ആൻസർ ഇതാണ്. വാട്ട് ഈസ് ദി എഫക്ട് ഓഫ് അഡ്രിനൽ മെഡുലറി ഹോർമോൺസ്? അഡ്രിനൽ മെഡുലറി ഹോർമോൺസ് ഏതാണ്? എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറയാം. അഡ്രിനാലിൻ ഓർ എപ്പിനെഫ്രിൻ എന്താണ്? ഇൻക്രീസസ് കാർഡിയാക് ഔട്ട്പുട്ട്. അസറ്റൈൽ കോളിൻ അതിനെ ഡിക്രീസ് ചെയ്യും, അഡ്രിനാലിൻ അതിനെ കൂട്ടും. അസറ്റൈൽ കോളിൻ ഇൻക്രീസസ് കാർഡിയാക് ഔട്ട്പുട്ട്. അസറ്റൈൽ കോളിൻ decreases cardiac output. Adrenaline increases cardiac output. അസറ്റൈൽകോളിൻ ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നു, കാർഡിയാക് ഔട്ട്പുട്ട് കുറയ്ക്കുന്നു. അഡ്രിനാലിൻ ഹാർട്ട് റേറ്റ് കൂട്ടുന്നു, കാർഡിയാക് ഔട്ട്പുട്ടും കൂട്ടുന്നു. Given below are two statements. Thrombokinase catalyzes the formation of fibrin. തെറ്റാണ്. ത്രോംബോകൈനേസ് അല്ല അവിടെ വരുന്നത്. ഏതാണ്? ത്രോംബിനാണ്. Thrombin. A substance that blocks calcium ions can cause failure of blood to clot. Calcium is very very essential for the formation of a clot. അപ്പോൾ കാൽഷ്യം അയോൺസിനെ ബ്ലോക്ക് ചെയ്താൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യത്തില്ല. ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്, 2 കറക്റ്റ്. Consider the statement. During a cardiac cycle, each ventricle pumps out approximately 5 liters alla, approximately 70 ml. ഒരു കാർഡിയാക് സൈക്കിളിൻ്റെ സമയത്ത് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തു പോകുന്ന രക്തത്തിൻ്റെ അളവിനെ നമ്മൾ വിളിക്കുന്നത് സ്ട്രോക്ക് വോളിയം എന്നാണ്. ആ സ്ട്രോക്ക് വോളിയം 70.
കാർഡിയാക് ഔട്ട്പുട്ട് ആണ് 5 ലിറ്റർ. അത് 1 മിനിറ്റിൽ ഹാർട്ട് വെളിയിലേക്ക് പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ അളവാണ്. ദ കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അല്ല ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇത് തെറ്റ്. കാരണം ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ടും കൂടും, ഹാർട്ട് റേറ്റ് കുറയുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ടും കുറയുന്നു. In heart failure, the stroke volume decreases. Stroke volume decreases. True ആണത്. ഹാർട്ട് ഫെയിലിയർ പറയുമ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് എഫിഷ്യൻസി കുറയുന്നു. പമ്പിങ് എഫിഷ്യൻസി കുറയുമ്പോൾ സ്ട്രോക്ക് വോളിയം കുറയുന്നു. The body has the ability to alter the stroke volume as well as heart rate. അതും ശരിയാണ്, ട്രൂ ആണ്. നമ്മുടെ സ്ട്രോക്ക് വോളിയം ഹാർട്ട് റേറ്റും ഓട്ടോമാറ്റിക്കായിട്ട് കൂടുകയും കുറയുകയും ചെയ്യും. ഫിസിക്കൽ എക്സർസൈസ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുന്നു, ശരിയാണത്. അപ്പോൾ സി ആൻഡ് ഡി ഇതാണ് എൻ്റെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. വാട്ട് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ഏട്രിയം ഓഫ് ഹാർട്ട്? വാട്ട് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ഏട്രിയം ഓഫ് ഹാർട്ട്? ഇറ്റ് ഈസ് എ റിസർവർ ഓഫ് ബ്ലഡ്. ഏട്രിയം റിസർവർ ഓഫ് ബ്ലഡ് അല്ല, ബാക്കിയൊക്കെ കറക്റ്റാണ്. ഡ്യൂറേഷൻ ഓഫ് ഏട്രിയൽ സിസ്റ്റോളി 0.1 സെക്കൻഡ് ആണ്. ഏട്രിയൽ ഫീലിംഗ് ഒരു പാസീവായിട്ട് നടക്കുന്നതാണ്. പ്രഷർ കൂടുതലുള്ള വെയിൻസിൽ നിന്ന് പ്രഷർ കുറവുള്ള ഏട്രിയത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലഡ് വരും. അത് പാസീവ് പ്രോസസ്സാണ്, കറക്റ്റാണ്. മസിൽ സെൽസ് ഓഫ് ഏട്രിയം സെക്രീറ്റ് ANF. നിങ്ങൾ എക്സ്ക്രീഷനിൽ പഠിച്ചിട്ടുണ്ട്. ഏട്രിയത്തിൻ്റെ മസിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു എൻസൈമിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു ഹോർമോണിൻ്റെ പേരാണ് ANF. ANF ഈസ് എ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ മസിൽ സെൽസ് ഓഫ് ഏട്രിയം. അപ്പോൾ ആൻസർ ഇതാ. ലാസ്റ്റ് വൺ, ബ്ലഡ് പ്രഷർ ഇൻ ദ ഹ്യൂമൻ അയോർട്ട ഈസ് മാക്സിമം ഡ്യൂറിങ്. പറഞ്ഞിട്ടുണ്ട് നേരത്തെ. സിസ്റ്റോളിക് പ്രഷർ ഈസ് ദി മാക്സിമം പ്രഷർ ഫെൽറ്റ് ഇൻ ദി ആർട്ടറീസ് ഡ്യൂറിങ് ദി കൺട്രാക്ഷൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ സിസ്റ്റോളിയുടെ സമയത്ത് ആർട്ടറീസിൽ അനുഭവപ്പെടുന്ന മാക്സിമം പ്രഷർ ഏതാണ്? സിസ്റ്റോളിക് പ്രഷർ. അപ്പോൾ സിസ്റ്റോളി ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ദ ബ്ലഡ് പ്രഷർ ഇൻ ദ മാക്സിമം. ഈ മാക്സിമത്തിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോളിക് പ്രഷർ. Systolic pressure. So with this we finish all the questions. Thank you very much.